Assalamu alaikum warahmatullahi wabarakatuh. My dear students, എല്ലാവരും ഓറൽ സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് റെഡിയായി വന്നല്ലോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എല്ലാ പാഠഭാഗങ്ങളും എല്ലാവരും പഠിച്ചിട്ടില്ലേ? നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ എക്സാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് എടുത്ത പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ അന്ന് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഹദീസ് ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, വിശദമായി തന്നെ അതിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഡിസ്കസ് ചെയ്തു. ഒരുപാട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ ഖുർആൻ ആയത്തുൽ കുർസി എല്ലാവരും പഠിച്ചല്ലോ, മനഃപ്പാഠമാക്കി ഒരുപാട് പേര് ആയത്തുകൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഓതി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇനിയും സെൻഡ് ചെയ്യാത്തവരുണ്ട്. അവർ ലൈവ് ക്ലാസ്സിൽ മിസ് എല്ലാവരോടും ആയത്തുൽ കുർസി ചോദിക്കുന്നതാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ, ഖുർആനിലെ സെക്കൻഡ് ചാപ്റ്റർ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ 284 മുതൽ 286 വരെയുള്ള ആയത്തുകൾ അല്ലേ, അത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലുള്ള നിധിയിൽ നിന്നാണ് എനിക്ക് ഈ ആയത്തുകൾ ലഭിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് രാത്രി ഒരാൾ ഓതി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് അത് തന്നെ ആ ഓതിയത് തന്നെ മതിയാകും, അത്രക്കും അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കാൻ അത് തന്നെ മതിയാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാഠഭാഗത്തേക്ക് കിടക്കാം. നമ്മളിവിടെ ആയത്തുകളും അതിൻ്റെ മീനിങ്ങും നമ്മൾ ഒന്ന് കേട്ടു. ഇനി അതൊന്നും കൂടി ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലില്ലാഹി അല്ലാഹുവിനാണ്, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനാണ്. ലില്ലാഹി അല്ലാഹുവിനാണ്, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനാണ്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും, വഇൻ തുബ്ദൂ നിങ്ങൾ വെളിപ്പെടുത്തിയാലും, മാ ഫീ അൻഫുസികും നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും, ഔ തുഖ്ഫൂഹു നിങ്ങൾ മറച്ചു വെച്ചാലും, യുഹാസിബുകും ബിഹില്ലാഹ് അല്ലാഹു അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരുന്നതാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് വെളിപ്പെടുത്തിയാലും, ഔ തുഖ്ഫൂഹു നിങ്ങൾ മറച്ചു വെച്ചാലും, യുഹാസിബുകും ബിഹില്ലാഹ് അല്ലാഹു അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതാണ്. ഫയഗ്ഫിറു ലിമൻ യശാഅ വയുഅദ്ദിബു മൻ യശാഅ. ഫയഗ്ഫിറു ലിമൻ യശാഅ ഫയുഅദ്ദിബു മൻ യശാഅ. ഫയഗ്ഫിറു അവൻ പുറത്തു കൊടുക്കുന്നു, ലിമൻ യശാഅ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയുഅദ്ദിബു മൻ യശാഅ അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആർക്ക്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അള്ളാഹു തോന്നിയതുപോലെ അവൻ ഇച്ഛിക്കുന്നവരെ ശിക്ഷിക്കുകയും ഇച്ഛിക്കുന്നവരെ രക്ഷിക്കുകയും അല്ല ചെയ്യുന്നത്. ആർക്കാണോ നന്മയിലേക്കുള്ള ഒരു അഭിവാഞ്ചയുള്ളത് അവരെ അള്ളാഹു നന്മയിലൂടെ വഴി നടത്തും. ആരാണോ അള്ളാഹുവോട് നന്മയിലേക്കാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് അവരെ അള്ളാഹു നന്മയിലേക്ക് വഴി നടത്തും. ആരാണോ തിന്മയാണ്, ഏത് വഴിയിലൂടെ ചെന്നാലും തിന്മയിലേക്കുള്ളൊരു അഭിവാഞ്ച, തിന്മയിലേക്കുള്ളൊരു ആഗ്രഹമാണെങ്കിൽ അയാൾ അള്ളാഹു നന്മയിലേക്ക് വഴി നടത്തുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മയിലേക്ക് ഒരു മുൻഗാമ്യം, നന്മയിലേക്കുള്ള അഭികാമ്യം, നന്മയിലേക്കുള്ള ചിന്ത, നന്മയിലാക്കണമേ, ഞങ്ങളെ ഹിദായത്തിലാക്കണമേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ ഹിദായത്തിലാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരെയാണ് അള്ളാഹു ഹിദായത്തിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഫയഗ്ഫിറു ലിമൻ യശാഅ അള്ളാഹു ഉദ്ദേശിക്കുന്നവരവൻ പുറത്തു കൊടുക്കുകയും, വയുഅദ്ദിബു മൻ യശാഅ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. ഖദീർ
ഏറ്റവും കഴിവുള്ളവൻ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഖദീർ, കഴിവുള്ളവൻ തന്നെയാകുന്നു. ലിസൺ, ഈ ആയത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അതിനാൽ തന്നെ എല്ലാറ്റിൻ്റെയും ആധിപത്യവും അള്ളാഹുവിനാണ്. പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നത് അള്ളാഹുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു തന്നെയാകുന്നു. ഉടമസ്ഥനും സൃഷ്ടാവുമായ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ അനുസരിച്ച് ആരാധിക്കലാണ് പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ള സൃഷ്ടിജാലങ്ങളുടെയും ബാധ്യത. അതിനാൽ അവന് കീഴ്പ്പെടാൻ അവൻ്റെ സൃഷ്ടിയായ മനുഷ്യനും കടപ്പെട്ടിരിക്കുന്നു. ഈ നിലക്ക് മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിനോട് ഉത്തരവാദിത്വമുള്ളവരും തങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ്. മനുഷ്യരുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. എത്ര സൂക്ഷ്മമായ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ലേ? സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ, തീർച്ചയായും ഒരു കാര്യം, അത് മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അതൊരു കടുകുമണിയുടെ ധാന്യത്തിന്റെ അത്ര വലിപ്പമുള്ളതാണെങ്കിലും ഫതകും ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, എന്നിട്ട് നീ അതൊരു പാറക്കൂട്ടങ്ങളിലോ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആകാശഭൂമികളിൽ എവിടെയാണ് അത് വെച്ചതെങ്കിലും യഅതി ബിഹല്ലാഹ്, അള്ളാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിലുള്ളതും നമ്മുടെ പുറത്തേക്ക് നമ്മൾ കാണിക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അതിനാൽ അള്ളാഹുവിനെ മറച്ചു വെക്കാൻ നിങ്ങളുടെ മനസ്സുകളിലുള്ളതും നിങ്ങൾ പുറത്തേക്ക് കാണിക്കുകയാണ്, വെളിപ്പെടുത്തിയാലും യുഹാസിബുക്കും ബിഹില്ല, അതിനെക്കുറിച്ചെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയ ശ്രദ്ധിക്കുക. ആമനർ റസൂലു, പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി, തന്നിലേക്ക് ഇറക്കപ്പെട്ടതിൽ, മിർ റബ്ബിഹി, തന്റെ നാഥങ്കിൽ നിന്ന്, വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുന്നു, കുല്ലും ആമന ബില്ലാഹി, എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വ മലായികതിഹി, അവന്റെ മലക്കുകളിലും, വ കുതുബിഹി, അവന്റെ ഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി, അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ലാ നുഫരിഖു, ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല, ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിലും. വഖാലു, അങ്ങനെ വിശ്വസിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ എന്താണ് പറയുന്നത്? വഖാലു, അവർ പറയുന്നു, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, ഗുഫ്റാനക റബ്ബനാ, ഞങ്ങളുടെ നാഥാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, പൊറുക്കണമേ, ഞങ്ങളോട് നീ പൊറുക്കണമേ, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണല്ലോ ഞങ്ങളുടെ മടക്കം, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണല്ലോ ഞങ്ങളുടെ മടക്കം. ലിസൺ, ഇവിടെ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, ദൂതരും സത്യവിശ്വാസികളും ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുന്നു എന്നതിന്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കൂ. ദൂതരും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനർത്ഥം വിശ്വാസികൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് അവർ ജീവിക്കുകയും ചെയ്തു എന്നാണ്. ഈമാൻ എന്നാൽ വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും കൂടി ചേർന്നതാണ് എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനാൽ ഇത് ഈ അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവെന്നാണ് സത്യവിശ്വാസികളും പ്രവാചകന്മാരും അള്ളാഹു ഇറക്കിയതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നതിൻ്റെ വിശദീകരണത്തിൽ വരുന്നത്. നെക്സ്റ്റ്, അള്ളാഹു തന്റെ ദൂതനെ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ വിശ്വസിച്ചുവെന്നാണ് ആദ്യമായി പറയുന്നത്. ആദ്യ വിശ്വാസിയായി റസൂലിനെ പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ രക്ഷ ആഗ്രഹിക്കുന്ന സൃഷ്ടികൾ തങ്ങളുടെ കർമ്മജീവിതം അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും എല്ലാം അറിയുന്നവനും
രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്നവനും അള്ളാഹു ആണെന്നിരിക്കെ നന്മ തിന്മകൾ പറഞ്ഞു തരുവാനുള്ള അറിവും അധികാരവും അള്ളാഹുവിന് തന്നെയാണ്. അത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള അള്ളാഹുവിൻ്റെ സംവിധാനമാണ് പ്രവാചകരും വേദഗ്രന്ഥങ്ങളും. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ സന്മാർഗത്തിൽ പ്രവാചകരും പ്രവാചകരിലുള്ള വിശ്വാസത്തിലൂടെ മറ്റ് വിശ്വാസികളും അള്ളാഹുവിനെ കണ്ടെത്തുന്നു എന്നർത്ഥം. ഇതാണ് ഈമാനിൻ്റെ തുടക്കം. അതായത് ഈമാൻ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അള്ളാഹുവിലുള്ള വിശ്വാസം, പ്രവാചകരിലുള്ള വിശ്വാസം, അവൻ്റെ കിതാബുകളിലെ പിന്നെ മലക്കുകളിലെ പ്രവാചകന്മാരിൽ, ഇതെല്ലാം ഓരോന്നായി ഇങ്ങനെ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് പറയുന്നത് മലക്കുകളെ കുറിച്ച് വീണ്ടും ഇതിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് അപ്പടി അനുസരിക്കാൻ പ്രതിജ്ഞാസന്നദ്ധരായി നിൽക്കുന്ന, നല്ല സന്നദ്ധ സേവകരായി നിൽക്കുന്ന ഒരു സംഘം തന്നെയാണ് മലക്കുകൾ. അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശം കൊണ്ടാണ്. അവർക്ക് ഉറക്കമോ മയക്കമോ ഭക്ഷണമോ ഒന്നും ആവശ്യമില്ല. അവർ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത്, അള്ളാഹുവിൻ്റെ ആജ്ഞ ഇങ്ങനെ കേൾക്കാൻ നിൽക്കുകയാണ് അവർ, അതനുസരിക്കാൻ അള്ളാഹുവിൻ്റെ സേവകരായിക്കൊണ്ട്. മലക്കുകളുടെ പ്രത്യേകത, അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യുകയില്ല. അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അതും അപ്പടി അനുസരിക്കുക എന്നതാണ് മലക്കുകളുടെ ഡ്യൂട്ടി. മലക്കുകൾ മുഖേനയാണ് അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകന്മാരെ അള്ളാഹു അറിയിക്കുന്നത് അല്ലേ? മലക്കുകൾ മുഖേനയാണ്. ഈ ദർശനത്തിന്റെ വാഹകർ എന്ന നിലക്കാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് തൊട്ടു പിന്നാലെയായി മലക്കുകളുടെ വിശ്വാസത്തിനെയും അള്ളാഹു സ്ഥാനം നൽകുന്നത്. നെക്സ്റ്റ്, അള്ളാഹുവിൽ, അതിന്റെ പ്രവാചകന്മാരിലും മലക്കുകളിലൊക്കെ വിശ്വസിക്കുന്നതിന് കൂടെ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നു കുത്തുബി, അവന്റെ ഗ്രന്ഥങ്ങളില്ലേ, പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണല്ലേ, വിശ്വാസപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കൂ. അള്ളാഹുവിൽ നിന്നും മലക്കുകൾ പ്രവാചകർക്ക് എത്തിച്ചു കൊടുത്ത മുഖ്യ സന്ദേശമാണ് വേദങ്ങൾ. അള്ളാഹുവിൽ നിന്ന് അവതീർണമായി വേദങ്ങളിൽ വിശ്വസിക്കേണ്ടതും സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. ഖുർആന് മുമ്പ് അവതീർണമായ വേദങ്ങൾ അടിസ്ഥാനപരമായി ഖുർആൻ നിർദ്ദേശിക്കുന്ന അതേ ധർമ്മങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്നതാണ്. ഏകദേശ വിശ്വാസവും പരലോക ജീവിതവും ഒക്കെ തന്നെയായിരുന്നു ആദ്യം മറ്റു പ്രവാചകന്മാർക്ക്. മൂസാ അലൈഹി ഇസ്ലാമിന് ഇറങ്ങി തൗറാത്ത് അല്ലേ, ദാവൂദ് അലൈഹി ഇസ്ലാമിന് സബൂർ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സുഹൂഫ് ഇബ്രാഹിം, ഈസാ അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ. എന്നാൽ ഖുർആൻ പറയുന്ന അതേ സന്ദേശം തന്നെയായിരുന്നു അവയിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അതിലെല്ലാം കാലക്രമേണ ജനങ്ങൾ കൈകടത്തി. എന്നാൽ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ. അത് ഈ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്, യഥാർത്ഥ വേദങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതീർണമായത്. മറ്റു ആദ്യമുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതീർണമായത്. അത് അന്ത്യനാൾ വരെ അതുപോലെ തന്നെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം കൂടിയാണ്. لا نفرق بين أحد من رسله فقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا نفرق, ഞങ്ങൾ വിവേചനം കാണിക്കുകയില്ല, ബൈന അഹദിൻ മിൻ റുസുലിഹി, പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിലും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജൂതരും ക്രൈസ്തവരും ചെയ്യുന്നത് പോലെ പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവർ യഥാർത്ഥ സത്യവിശ്വാസികളല്ല. പ്രവാചകന്മാരുടെ പേരിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കെട്ടുകഥകൾ മാത്രമാണ് വിശ്വാസികൾ നിഷേധിക്കുന്നത്. ഏറ്റക്കുറച്ചില്ലാതെ എല്ലാവരെയും അള്ളാഹുവിന്റെ പ്രവാചകന്മാരായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു. അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലുകളോ ഇന്ന പ്രവാചകനെ ഇന്ന കൂടുതൽ പിന്നെ ജൂതനും ക്രൈസ്തവരൊക്കെ ചെയ്യുന്ന പോലെ ഈസാ അലൈഹി ഇസ്ലാമിന് പ്രത്യേക സ്ഥാനം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, പക്ഷെ നമ്മുടെ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നൊക്കെ ഉണ്ടല്ലേ. പക്ഷേ അതൊന്നും മറ്റ് പ്രവാചകന്മാരെ വില കുറച്ച് കാണിച്ചുകൊണ്ടല്ല, നമ്മളെല്ലാവരോടും തുല്യ സമാനമായിട്ടുള്ള ആദരവ് തന്നെയാണ് മുസ്ലിങ്ങൾ കാണിക്കുന്നത്. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, പ്രവാചകന്മാർക്ക് ഒരാൾക്കിടയിലും വ്യത്യാസം കാണിക്കുകയില്ല. പിന്നീട് എന്താണ് മുസ്ലിങ്ങൾ സത്യവിശ്വാസികളുടെ ഗുണമായി ഈ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്, വഖാലു, അവർ പറയും, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയും അല്ലേ.
സമീഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വിളി കേൾക്കുമ്പോൾ സമീഅന വഅതഅന, എന്നാൽ സത്യനിഷേധികളോ സമീഅന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു. ഇവിടെയോ സത്യവിശ്വാസികൾ എന്താ പറയുന്നത്? സമീഅന വഅതഅന വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അല്ലാഹു അല്ലാതെ മറ്റൊരു അവലംബമോ സഹായമോ ഇല്ലാത്ത സത്യവിശ്വാസി സമീഅന വഅതഅന ഗുഫ്രാനക റബ്ബന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് അവസാനമായി ഞങ്ങൾക്ക് മടങ്ങാനുള്ളത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, അല്ലാഹു ഒരാളുടെയും കഴിവിൽപ്പെട്ടതല്ലാതെ ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഇല്ലാ വസ്അഹ, അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ. ലഹാമ കസബത്ത്, എന്നാൽ ഒരാൾ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവന് തന്നെ. അലൈഹ മക്തസബത്ത്, ഒരാൾ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവന് തന്നെ. അള്ളാഹു ഒരാൾക്ക് ഭാരത്തിൽ ഒരാൾക്ക് കഴിയുന്നതിൽ കവിഞ്ഞ് ഭാരം ഒരാളെ കൊണ്ടും അള്ളാഹു വഹിപ്പിക്കുന്നില്ല. എന്നാൽ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ നന്മയും അവന് തന്നെ, തിന്മയും അവന് തന്നെ. അതിന്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കൂ. അതായത് മനുഷ്യന് അള്ളാഹു ഒരാളോടും കഴിവിൽപ്പെടാത്തത് കൽപ്പിക്കുന്നില്ല. ഓരോരുത്തരും പ്രവർത്തിച്ച നന്മതിന്മകളുടെ ഗുണവും ദോഷവും അവന് തന്നെ. സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞൊരു ഭാഗത്തിരിക്കാൻ സത്യവിശ്വാസിക്ക് ഒരിക്കലും സാധ്യമല്ല. എനിക്കൊന്നും കഴിയില്ല, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ചടഞ്ഞിരിക്കുക സത്യവിശ്വാസിയുടെ ഗുണമല്ല. സത്യവിശ്വാസി എപ്പോഴും ആക്റ്റീവായിരിക്കും. കാരണം അവൻ ചെയ്യുന്നതിൻ്റെ ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره, 6 അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ അത് അവന് ലഭിക്കും, 6 അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ അത് അവനും ലഭിക്കും. അതുകൊണ്ട് സത്യവിശ്വാസിക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ സമയമില്ല എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശദമാക്കുന്നത്. കഴിവിൽപ്പെടാത്ത എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞൊരു ഭാഗത്തിരിക്കുക സത്യവിശ്വാസിയുടെ സ്വഭാവമാവരുത്. എന്നാൽ അത് കഴിയുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ള പ്രതിഫലം എങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകും, ഉറപ്പാണ്, തീർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അടുത്തതാണ് പിന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായിട്ടുള്ള റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ. സത്യവിശ്വാസികൾ വല്ല മറവി മൂലമോ അബദ്ധം മൂലമോ സത്യവിശ്വാസികൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടികൂടരുതേ, ഇൻ നസീനാ വഖ്തഅനാ, അഥവാ ഞങ്ങൾ മറക്കുകയാണെങ്കിൽ, ഔ വഖ്തഅനാ, ഞങ്ങൾ മറന്ന് തെറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ ഞങ്ങളെ നീ പിടികൂടരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതിനുശേഷമുള്ള പ്രാർത്ഥന എന്താണ്? റബ്ബനാ വലാ തഹ്മിൽ അലൈനാ, റബ്ബനാ ഞങ്ങളുടെ നാഥാ, വലാ തഹ്മിൽ അലൈനാ, ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുതേ, ഇസ്റൻ ഭാരം, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻഗാമികൾക്ക് നീ വഹിപ്പിച്ചതുപോലുള്ള ഭാരം. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് ഭാരം താങ്ങാവുന്നതിലധികം ഭാരം വഹിച്ച് അവർ തളർത്തിയതുപോലെ ഞങ്ങളെ നീ തളർത്തരുതേ, അവരെ നശിപ്പിച്ചതുപോലെ ഞങ്ങളെ നീ നശിപ്പിക്കരുതേ എന്നും കൂടിയാണ് ഈ പ്രാർത്ഥന. അതായത് ഇതിന് 2 ഉദ്ദേശമുണ്ട് ഈ ആയത്തുകൾക്ക്. ഒന്നാമത്തെ ഉദ്ദേശം, വിധിവിലക്കുകൾ പൂർത്തിയാക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ നീ അകപ്പെടുത്തരുതേ, അള്ളാഹുവെ നിന്റെ ദീൻ യഥാക്രമം കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലാക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ഉദ്ദേശം, കഴിഞ്ഞുപോയ സമുദായങ്ങൾ അനുഭവിച്ച കഠിനമായ പരീക്ഷണങ്ങളും മഹാവിപത്തുകളും അത്യാഹിതങ്ങളും ഒക്കെ തങ്ങൾക്ക് നൽകരുതേ. അതായത് കഴിഞ്ഞുപോയ ഒരുപാട് സമുദായങ്ങളില്ലേ, ആദ്യ സമുദായം, സമൂത് ഗോത്രം, അങ്ങനെ ഒരുപാട് അല്ലേ, അവർക്കൊക്കെ ഒരുപാട് ശിക്ഷ. അത് ലൂത്ത് സമുദായം, അവർക്കൊക്കെ സമൂത് ഗോത്രം, ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷകൾ വന്നു അല്ലേ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാത്തതിന്റെ പേരിൽ അള്ളാഹു അവരെല്ലാം ശിക്ഷിച്ചു. അതുപോലെയുള്ള ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് എന്ന് നിരന്തരം സത്യവിശ്വാസി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് അനീതികൾ നിറഞ്ഞ ഇക്കാലത്തും സത്യവിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഇത്രയും നമ്മൾ ജീവിച്ചു പോരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരുപാട് ശിക്ഷകൾ ഇപ്പം നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് അടുത്ത
അടുത്ത് വരുന്ന പ്രാർത്ഥനയുടെ ഭാഗം തന്നെയാണ് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തുഖത്ത ലനാ ബി. റബ്ബനാ ഞങ്ങളുടെ നാഥ ലാ തുഹമ്മിൽനാ വലാ തുഹമ്മിൽനാ ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ മാ ലാ തുഖത്ത ലനാ ബി ഞങ്ങൾക്ക് ത്വാക്കത്തില്ലാത്തത്, ഞങ്ങൾക്ക് കഴിയാത്ത ഭാരം നീ ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കരുതേ റബ്ബേ എന്നാണ് വീണ്ടും സത്യവിശ്വാസി പ്രാർത്ഥിക്കുന്നത്. വഅഫു അന്നാ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വർഹംനാ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ, അൻത മൗലാന നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഫൻസുർനാ ഞങ്ങളെ നീ രക്ഷിക്കണമേ, അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഈ സൂറത്ത്, ഈ ആയത്ത് ഇവിടെ അവസാനിക്കുന്നത്. അതായത് വഅഫു അന്നാ വഗ്ഫിർ ലനാ മാപ്പ് തരണമേ പുറത്തു തരണമേ എന്ന് രണ്ട് രൂപത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം ശ്രദ്ധിക്കൂ. അഫുവ് എന്നാൽ ഒരു അടയാളം മായ്ച്ചു കളയുന്നതിനാണ് അഫുവ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം അവിടെയൊക്കെ. അഫുവ് എന്നാൽ ഒരു അടയാളം മായ്ച്ചു കളയുന്നതിനാണ് അഫുവ് എന്ന് പറയുന്നത്. എന്നാൽ മഗ്ഫിറത്തോ തെറ്റ് ചെയ്തവരെ അനന്തര ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത്. അഫു എന്ന് പറഞ്ഞാൽ തെറ്റേ ഇല്ല, അയാൾ ചെയ്തിട്ടേ ഇല്ല എന്ന രൂപത്തിൽ അയാളെ ആക്കി തീർക്കുന്നതാണ് അഫു. മഗ്ഫിറത്തോ മഗ്ഫിറത്ത് പറഞ്ഞാൽ ആ തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ട്, അയാൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതിനാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അപ്പം അനന്തര ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് മഗ്ഫിറത്ത്. അഫുവ് എന്നാൽ തെറ്റ് ചെയ്യാത്ത ആളെ പോലെ തെറ്റ് മായ്ച്ചു കളയുന്നതാണ് അഫുവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ ലഭിക്കുന്നത് കേട്ടോ. വർഹംന അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം ലഭിക്കുന്നത്. ഈ അഫുവും മഗ്ഫിറത്തും നമുക്ക് തന്നാലും കിട്ടുമോ? ഇല്ല. അള്ളാഹുവേ കാരുണ്യവാനായ നാഥ, റഹ്മാൻ റഹീമായ നാഥ, ഞങ്ങൾക്ക് നീ അഫുവും മഗ്ഫിറത്തൊക്കെ തരണേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഖുർആനിലെ ഏറ്റവും വലിപ്പമുള്ള സൂറത്താണ് 286 ആയത്താണ് സൂറത്തുൽ ബഖറയിലുള്ളതിലെ. അതിലെ ഏറ്റവും അവസാനത്തെ ആയത്തുകളാണിത്. ഇത് സത്യനിഷേധികൾക്കെതിരെ അള്ളാഹുവോട് സഹായം തേടിക്കൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, സഹായം തേടിക്കൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. വിശ്വാസവും കുഫ്റും തമ്മിലുള്ള സംഘട്ടനത്തിൽ കുഫ്റിനെ നയിക്കുന്നത് പിശാചാണ്. കുഫ്റിനെ നയിക്കുന്നത് പിശാചാണ്. അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നവനാണ് പിശാച്. അപ്പൊ പിശാചിന്റെയും അവന്റെ അനുയായികളുടെയും ചതിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഈ പഠിച്ച പ്രാർത്ഥന. ഇത് ഈ സൂറത്തുൽ ബഖറയുടെ ഈ അവസാനത്തെ ആയത്തുകളുടെ ശ്രേഷ്ഠത നമ്മൾ ഫസ്റ്റിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ അതിവിശിഷ്ടങ്ങളായ ആയത്തുകളായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് അൽ ബഖറയിലെ ഈ ആയത്തുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ രാത്രിയിൽ ഇത് പാരായണം ചെയ്താൽ അവന്റെ രക്ഷയ്ക്ക് ഈ സൂറത്ത് തന്നെ, ഈ ആയത്ത് തന്നെ മതിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒരുപാട് പ്രാവശ്യം വായിച്ച് തന്നെ പഠിക്കണം. ഈ പ്രാർത്ഥന ആരും പഠിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകരുത്. പഠിച്ച പ്രായോഗികവൽക്കരിക്കുക, അതായത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കിടക്കുമ്പോഴൊക്കെ ഓതി കൊണ്ട് തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ഒരു എക്സാമിന് വേണ്ടിയിട്ടോ 7th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ പഠിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും